ഹായ് ഫ്രണ്ട്സ്, തമിഴ്നാട്ടിൽ പോയ വീഡിയോസ് കേട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട്. ഇത് ലാസ്റ്റ് വീഡിയോ ആണ്. ആദ്യം നമ്മൾ മുന്തിരിക്കൊത്ത് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അന്ന് മുന്തിരിക്കൊത്ത് ഉണ്ടാക്കിയതൊക്കെ എല്ലാവർക്കും കൊടുത്തിട്ട് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തതായിട്ട് നാട്ടിൽ കൊണ്ടുപോകാനായിട്ട് ചേച്ചി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പയർ വറുത്തിട്ടുണ്ട്, അതിൽ കൂടെ കുറച്ച് അരിയും കൂടി വറുത്തിട്ടുണ്ട്. എന്നിട്ട് തേങ്ങ വറുത്തിട്ടുണ്ട്. തേങ്ങ ഒത്തിരി വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയ രീതിയിൽ വറുത്ത് പയറും അരിയും കൂടെ ആദ്യം പൊടിച്ചിട്ടുണ്ട്. എന്നിട്ട് തേങ്ങ വറുത്തതിൽ കൂടെ ഇട്ട് എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനാവശ്യമായ ശർക്കര എടുത്ത് ഉരുക്കിയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്ത് നമ്മൾ അരിച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. വളരെ ഈസിയാണ് കേട്ടോ. നമുക്ക് എല്ലാ പലഹാരങ്ങളും ഈസിയാണ്. നമുക്ക് കാണുമ്പോൾ ചെയ്യോ ഒത്തിരി പാടാണെന്ന്, പക്ഷെ നല്ല ഈസിയാണ് കേട്ടോ. ഈ ശർക്കര ഉരുക്കിയതും കൂടി ഇതിലൊഴിച്ച് ചൂടോടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉരുട്ടി ബോൾ പോലെ ഉരുട്ടി ഈ പരുവത്തിൽ എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് മാവ് കലക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിത് മുക്കിയിട്ടാൽ മതി. ഈ സമയം ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. ഇത്രയും കഴിഞ്ഞിട്ട് ഞാനും മക്കളും കൂടെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നേ. ചേച്ചി വന്നില്ലായിരുന്നു, നല്ല തിരക്ക്. ചേച്ചിക്ക് ഇത് അതിരസം ഉണ്ടാക്കണമായിരുന്നു. ഇതൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കേക്കും കപ്പലണ്ടി മുട്ടായൊക്കെ മേടിക്കണമായിരുന്നു. അതിനുവേണ്ടി അവിടെ ഗണേഷ് ബേക്കറി ഉണ്ട് കേട്ടോ. നമ്മളെപ്പോഴും അവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ നല്ല സോഫ്റ്റ് കേക്കൊക്കെ കിട്ടും. നല്ല ബേക്കറിയാണേ. അങ്ങനെ ആദ്യം നമ്മൾ പോയത് അവിടേക്കാണേ. ചേച്ചി പലഹാരം ഉണ്ടാക്കുന്നതുകൊണ്ട് വന്നില്ല. നമ്മൾ കേക്കും പിന്നെ കപ്പലിൻ്റെ മുട്ടായാണ് അവിടുത്തെ ഫേമസ്. കപ്പലിൻ്റെ മുട്ടായൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പുറത്ത് പോയ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ നാളെ പോകുമെന്ന് വെച്ചിട്ടാണ് ഇന്ന് സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ പോയത്. പക്ഷേ ഒരു ദിവസം കൂടി നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ലെങ്തി വീഡിയോ ആണ്. അപ്പം ആ ദിവസത്തെയും കൂടി ചേർത്ത് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ച് പുറത്തിറങ്ങുവാണേ. അവിടുത്തെ കപ്പലിൻ്റെ മുട്ടായി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഇവിടങ്ങളിലൊക്കെ മോളുടെ ഫ്രണ്ട്സിനൊക്കെ മേടിക്കാറുണ്ട്. അങ്ങനെ മോളും മോനും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത്. അങ്ങനെ അത് കുറച്ച് ദൂരമായിരുന്നേ. അങ്ങനെ നമ്മളവിടെ പോയി നല്ല ആംബിയൻസ് ഒക്കെ ആയിരുന്നു. എൻ്റെ ചെറുക്കൂട്ടനാണെങ്കിൽ പിന്നെ ഭയങ്കര ഹാപ്പിയായി കേട്ടോ. ചെറുക്കൂട്ടിന് ഒത്തിരി സ്ഥലങ്ങളുള്ളതൊക്കെ അവിടെ പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവിടുത്തെ ആൾക്കാരോടത്തൊക്കെ എല്ലാവരോടും ചിരിയാണ് എൻ്റെ ചെറുക്കൂട്ടനിപ്പം. ചെറുക്കൂട്ടനാണെങ്കിൽ ആ ക്യാപ്പ് കണ്ടപ്പോൾ ആ അങ്കിളിൻ്റെ അടുത്ത് ഭയങ്കര ചിരി. മൊത്തത്തിൽ ഹാപ്പി ആയിട്ട് ആ സ്ഥലം ഒരുപാട് ഇഷ്ടമായി. ചെറുക്കൂട്ടന് അവിടുത്തെ ഫുഡ് നല്ല ഇഷ്ടമായി. ചെറുക്കുട്ടൻ്റെ സന്തോഷം ആ മുഖത്ത് തന്നെ ഉണ്ടല്ലോ. ഒളിച്ച് കളിയും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചെറുക്കുട്ടന് അങ്ങനെ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നല്ല ഹാപ്പി മൂഡായിരിക്കും. അങ്ങനെ ചെറുക്കുട്ടൻ അവിടെ നിന്ന് ദോശ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൽദോശ എന്നാണ് പറഞ്ഞത്. അങ്ങനെ അത് മേടിച്ചു. അതിൻ്റെ കറിയെല്ലാം നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ആദ്യം ചെറുക്കുട്ടനുള്ള ഫുഡാണ് കേട്ടോ കൊടുത്തത്. പിന്നെ സൂപ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നാടൻ ചിക്കൻ സൂപ്പ്. പിന്നെ മോൻ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോൺസും പിന്നെ എന്തൊക്കെയോ എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസൊക്കെ നല്ല വെറൈറ്റി ഐറ്റംസൊക്കെ ആയിരുന്നു. എല്ലാം നല്ല ക്വാളിറ്റി ഫുഡ് തന്നെയായിരുന്നു. മുളവില്ലേ, അതിന് അവിടെ എന്തോ പറയുന്നുണ്ടായിരുന്നു. അത് വെച്ചിട്ടുള്ള ചിക്കൻ, അതും സൂപ്പർ ടേസ്റ്റ് തന്നെയായിരുന്നു. എനിക്ക് അധികം ഒന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാറിൽ കയറിയപ്പോൾ മുതൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തലയ്ക്ക്. അപ്പോൾ എനിക്ക് അങ്ങനെ വൊമിറ്റിങ്ങൊക്കെ വന്നുമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ അധികം ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പൊറോട്ട മേടിച്ചു. ഇത് എന്തോ ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ പേരൊന്നും എനിക്ക് അത്രയ്ക്കൊന്നും നല്ല ബോധത്തിലല്ല ഞാൻ അവിടെ ഇരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പേരൊന്നും എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ലായിരുന്നു. എല്ലാം ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. മക്കൾക്കൊക്കെ ഒന്ന് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. അങ്ങനെ ഞാനായിട്ട് സെപ്പറേറ്റ് ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ നിന്നെല്ലാം ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി. പിന്നെ ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഈ റോള്. അങ്ങനെ അതിൽ നിന്നും ടേസ്റ്റൊക്കെ ചെയ്തു. പിന്നെ മോളും സിദ്ധുമോനൊക്കെ റൈസൊക്കെ കഴിച്ചത്. സിദ്ധുമോൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ടേസ്റ്റൊക്കെ അറിയായിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. അപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ പിന്നെ എനിക്ക്
വോമിറ്റിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് ലൈം ജ്യൂസ് മിൻറ്റിൽ ലൈം ജിഞ്ചറൊക്കെ ഇട്ടിട്ട് ലൈം ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ചു. എൻ്റെ ചെറുക്കുട്ടൻ്റെ പൊട്ട ഹാപ്പിയാണ് കേട്ടോ. ഒത്തിരി സ്ഥലവും നല്ല ആംബിയൻസില്ല, നല്ലൊരു ഹോട്ടലാണ്. അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങിയ ശേഷം പുറത്ത് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നല്ല സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ പോയിട്ട് സിതുമോനും മോളും കുഞ്ഞും ഒക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു മോന്. എനിക്കും അവിടെ പോയി വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ തല ഒക്കെ നല്ല ഇതായിട്ടിരിക്കുമായിരുന്നു കേട്ടോ. തല കറക്കവും ആകെ പ്രശ്നമായിട്ടിരിക്കുമായിരുന്നു. പിന്നെ എങ്ങനെ വീടെത്തിയാൽ മതി എന്നായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവിടെ നിന്നു ഫോട്ടോ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സിൽവർ സ്റ്റോൺ പാർക്ക് റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടെയാണ് നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള. അപ്പം ഇനി ആരെങ്കിലും അതുവഴി പോകുന്നെങ്കിൽ കയറി ഫുഡൊക്കെ കഴിച്ച് നോക്കുക കേട്ടോ. നമുക്ക് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമായിരുന്നു. അങ്ങനെ നമ്മൾ പ്ലേസിൽ പോവുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നപ്പോൾ ചേച്ചി മുന്തിരിക്കൊത്തും അതിരസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ടയേർഡ് കാരണം പെട്ടെന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം നമ്മൾ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് രാവിലെ ഉണ്ടാക്കിയ കാപ്പി എന്താണെന്ന് അറിയാമോ? ദോശയും ചേച്ചിയുടെ സ്പെഷ്യൽ ചമ്മന്തിയും മസാലയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചി മുട്ട ദോശ ഉണ്ടാക്കുക കേട്ടോ. അങ്ങനെ നമ്മളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ നമ്മുടെ മുട്ട ദോശ അത്രയ്ക്ക് ശരിയായിട്ടുണ്ടായിരുന്നില്ല. ഇതിലേക്ക് ജീരകവും കുരുമുളകും ഉപ്പൊക്കെ കൂടി ചതച്ചിട്ടിട്ടാണ് ദോശമാവിൻ്റെ പുറത്ത് മുട്ട ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അത്രയ്ക്ക് ശരിയായ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും നമുക്ക് ശരിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ചേച്ചിക്കാണെങ്കിൽ നല്ല പണിയാണ് കേട്ടോ. മൊത്തം ഒരു സൈഡിൽ കൂടെ അവിടെ പടക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ് സിദ്ധുമോന്. ചേച്ചി അവിടെ മൊത്തം തൂക്കുക. ഞാനും മേളിലൊക്കെ പോയി തൂത്ത് കൊടുത്തു. മൊത്തം ഉമ്മാതിരി വേസ്റ്റൊക്കെയാണ്. തൂത്ത് എല്ലാം കൂടി തീയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഒത്തിരി പടക്കങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അത് പൊട്ടി സൂക്ഷിച്ചൊക്കെ നിന്ന് എല്ലാം കുറേ തീയിട്ടു. എന്നിട്ട് വീണ്ടും ഒരു പടക്ക് പൊട്ടിക്കുക, തീയിടുക, ഇത് തന്നെയാണ് നടക്കുന്നത്. അതിനുശേഷം ചേച്ചിയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് മസാലയൊക്കെ ഇട്ട് പുതിനയില മല്ലിയിലയൊക്കെ ഇട്ടിട്ട് തേങ്ങാപ്പാൽ ആദ്യം നമ്മൾ തേങ്ങാപ്പാലൊക്കെ എടുത്തിട്ട് അതിൻ്റെ അളവിന് അരിയുടെ അളവിന് നമ്മളെപ്പോഴും ബിരിയാണിയൊക്കെ വെക്കത്തില്ലേ, അരി എത്ര എടുക്കുന്ന അതിന് ഇരട്ടി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റായിരുന്നേ. എനിക്കാണെങ്കിൽ ഇന്നലത്തെ ഹാങ് ഓവർ മാറിയിട്ടേ ഉണ്ടായിരുന്നില്ല. തലക്കറക്കും ആകെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഒത്തിരി വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ നമ്മൾ അതിന് ശേഷം ഈ തേങ്ങാപ്പാലൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ അരിയൊക്കെ ഇട്ട് സെറ്റാക്കി നല്ല ടേസ്റ്റായിരുന്നു ആ ചോറിന്. അതിൻ്റെ മുഴുവൻ ഭാഗമൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് വിളമ്പുന്ന ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ആണെങ്കിൽ കീര, അറക്കീര കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് കുഞ്ഞിന് വേണ്ടി കടയാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണെങ്കിൽ സിദ്ധുമോന് നാടൻ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അവിടെ ഏതാണ്ട് നാടൻ ചിക്കൻ ഇങ്ങനെ തൊലിയൊക്കെ അവിടെ ചുട്ടിട്ടാണ് തൊലിയൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നത്. ഒരു വേറെ ടേസ്റ്റാണ് അവിടുത്തെ ഈ നാടൻ ചിക്കന്. ചുട്ടെടുക്കുന്നതുകൊണ്ടാവും ഫസ്റ്റ് അവർ ചുട്ടിട്ടൊക്കെ തൊലിയൊക്കെ എടുത്തിട്ടാണ് കൊടുക്കുന്നത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ജസ്റ്റൊക്കെ കുറച്ചൊക്കെ എടുത്തേ ഉള്ളൂ. ചേച്ചി ഉള്ളിയൊക്കെ വശക്കിയിട്ട് ഈ ചിക്കനും ഈ മസാലക്കൂട്ടൊക്കെ കൂടി ഇട്ട് കുക്കറിലൊക്കെ അന്ന് അടച്ചു വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അത്ര മാത്രമേ എടുത്തുള്ളൂ. കറി ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാനങ്ങ് നേരത്തെ പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നൈറ്റ് ആയപ്പോൾ എണീറ്റ് കമ്പിത്തിരിയൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു. പൂത്തിരി കമ്പിത്തിരി എന്നൊക്കെ പറയത്തില്ലേ, പണ്ട് കുഞ്ഞിലെ കമ്പിത്തിരി എന്നൊക്കെയാണ് പറയുന്നത്. അത് ഒക്കെ വച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ചെറുക്കുട്ടൻ അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അധികം പുകയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറുക്കുട്ടനകത്തുനിന്ന് വന്നു അമ്മമ്മയെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇതൊക്കെ കാണാനായിട്ട്. അത് കഴിഞ്ഞു മക്കൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ചോക്ലേറ്റൊക്കെ മേടിക്കണമായിരുന്നു. അതൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പം നമ്മൾ പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് വരുന്നത്. അവിടെയാണെങ്കിൽ കറ്റാർ വാഴയൊക്കെ ഉണ്ട് കേട്ടോ. വലിയ ഒത്തിരി ജെല്ലൊക്കെ ഉള്ള കറ്റാർ വാഴയൊക്കെയാണ്, വലുതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ പറിച്ചെടുക്കുമായിരുന്നു നമ്മൾ. എന്നിട്ട് നമ്മൾ തിരിച്ചു. ചേച്ചി അവിടെ ലെമൺ റൈസൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നേ. നമ്മൾ ട്രെയിനിൽ പോകാനാണ് പ്ലാനൊക്കെ ചെയ്ത് ടിക്കറ്റ് വരെ ബുക്ക് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് പ്ലാനൊക്കെ മാറ്റി കാറിലേക്ക് വന്നിരിക്കുകയാണ്. ഈ സിദ്ധുവൻ പറഞ്ഞു കാറിൽ തന്നെ പോവാമെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് വെറുതെ എടുത്തു. നമ്മൾ തിരിച്ച് കാറിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്ഥലങ്ങളൊക്കെയാണ്. പക്ഷെ ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഒത്തിരി ആൾക്കാർ, ഇവിടെ ഷൂട്ടൊക്കെ നടന്നിട്ടുള്ള പ്ലേസാണ്. ആൾക്കാരൊക്കെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഇവിടെ ഇറങ്ങി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്ന പ്ലേസാണ് കേട്ടോ.
പക്ഷെ എന്ത് ചെയ്യാനാണ്, നമ്മളെല്ലാവരും ട്രെയിനിലല്ലേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങി വന്നതാണ്. റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴാണ് പ്ലാനൊക്കെ മാറ്റിയിട്ട് നമ്മൾ കാറിലേക്ക് തന്നെ തിരിച്ചത്. അങ്ങനെ നമ്മളവിടുന്ന് മേടിച്ചിട്ട് വന്ന കേക്കൊക്കെ കാറിലായതുകൊണ്ട് ഇരുന്ന് കഴിച്ചു. എന്നാലും എനിക്കാണെങ്കിൽ അത്ര പ്രശ്നമായിരുന്നു, കാറിൽ കയറിയപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് പക്ഷേ അതുമില്ല, നമ്മൾ ആ ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഒരു ഇതിലല്ല വന്നത്. അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യാൻ, ഇറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല പ്ലേസിലെ ഒരുപാട് ആൾക്കാർ ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ എടുക്കുമെന്നായിരുന്നു കണ്ടപ്പം. എന്താ പറയുക, നമുക്ക് അങ്ങനെയായിട്ട് വന്നതില്ല. ഞാനാണെങ്കിൽ മോളായിരുന്നാലും നമ്മൾ ആ ട്രെയിനിൽ തന്നെയല്ലോ വീട്ടിൽ വന്ന് ഫ്രഷൊക്കെ ആയി നീറ്റാവാമെന്ന് കരുതി ട്രെയിനിൽ നമ്മളെല്ലാം പാക്ക് ചെയ്തിട്ട് അങ്ങനെ ഇറങ്ങി വരുമായിരുന്നു. ചേച്ചി തന്ന ലെമൺ റൈസും ഒക്കെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ട്രെയിനിൽ നിന്ന് കഴിക്കാൻ. എന്താണ്ട് ഇത് അവിടെ കുതിരയിൽ എങ്ങനെയാണെന്തോ കുതിര വണ്ടിയിൽ കൊണ്ടുപോവാണ്. പിന്നെ നമ്മൾ മഴയായിരുന്നു, നല്ല മഴയായിരുന്നു കേട്ടോ. മഴയായിരുന്നാലും ഞാൻ പുറത്തിറങ്ങി ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പ്രതീക്ഷിച്ചില്ലല്ലോ. ഞാൻ ചോളം മേടിച്ചിട്ടുണ്ടായിരുന്നേ. എവിടെയെങ്കിലും ആരെങ്കിലും പോകുമ്പോൾ ചോളം ഇങ്ങനെ വഴിയിലിരിക്കത്തില്ലേ, അപ്പോൾ ആ ചോളത്തിൽ അവിച്ചതുണ്ടായിരുന്നു, ചുട്ടത് വേണമെന്ന് ചോദിച്ചത്. നമ്മൾ ഒന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു, നഷ്ടമായിപ്പോയി കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ചുട്ടതാണ് കേട്ടോ ആദ്യമായിട്ട് മേടിച്ചത്. അവിച്ചതാണ് എപ്പോഴും മേടിക്കാറ്, ചുട്ടത് ഇനി ആരെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ചുട്ടതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ നമ്മൾ ട്രാവൽ ചെയ്തപ്പോൾ ഒന്നേ മേടിച്ചോളൂ, 50 രൂപയായിരുന്നു ഒരെണ്ണം. പക്ഷേ ഒന്നും കൂടി മേടിക്കാൻ അമ്മാതിരി ടേസ്റ്റായിരുന്നു. ഞാൻ അതൊക്കെ കഴിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങി. അവർ മഴയത്ത് നിന്ന ആൾ ഉണ്ടാക്കുന്നത് കേട്ടോ ചോളമൊക്കെ, ഒരു തൊപ്പിയോ കുടയൊന്നും പിടിച്ചിട്ടില്ല. അത് കണ്ടപ്പോൾ തന്നെ വിഷമമായിപ്പോയി. ജീവിക്കാൻ വേണ്ടി ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യുക. ഇത്രയും ഈ മഴയത്ത് തന്നെ ഒരു കുടയൊന്നും ഇല്ലാതെ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ വണ്ടിയിൽ പോകുന്നവരൊക്കെ വന്ന് വാങ്ങുവാണ് കേട്ടോ. ഒരുപാട് നല്ല തിരക്കുണ്ടായിരുന്നു. ഇതും കഴിഞ്ഞ് നമ്മൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് തിരിച്ച്. നമ്മൾ എത്താറൊന്നായിട്ടില്ല, 5 മണിക്കൂറുണ്ടല്ലോ ട്രാവലൊക്കെ. അങ്ങനെ നമ്മൾ മഴയും ഒക്കെ കണ്ട് അങ്ങനെ പോവായിരുന്നു. ഞാൻ പക്ഷേ പുറകെ നിന്ന്, എൻ്റെ ചെറുക്കുട്ടൻ നല്ല സ്വഭാവമായതുകൊണ്ട് പിന്നെ എൻ്റെ ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അമ്മാതിരി ക്ഷീണമായിരുന്നു. കുറേ നാളായിട്ട് ഞാൻ കാറിൽ കയറുമ്പോൾ എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നും ഇല്ലാതെ ഇരുന്നതായിരുന്നു. പക്ഷെ വീണ്ടും എന്താണെന്ന് അറിയത്തില്ലേ, അങ്ങനെ വന്നതുകൊണ്ട് ഞാൻ പിന്നെ കണ്ണടച്ച് അങ്ങനെ തന്നെ ഇരുന്നു. ഫുഡൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് മിണ്ടാതെ കണ്ണടച്ച് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ കാർമേഘമൊക്കെ നല്ല ഇരുണ്ട് വരുവാണ്. നല്ല മഴയെന്ന് വെച്ചാൽ പിന്നെ നല്ല മഴയായിരുന്നു. ഇനി വേറൊരു ദിവസം ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാം. ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ ചെയ്യുക, അങ്ങനെ ഇറങ്ങി എടുക്കേണ്ട അവസ്ഥയിലും അല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ എൻ്റെ ഒന്നാമത്തെ വോമിറ്റിങ് ടെൻഡൻസിയും കാരണം മൊത്തത്തിൽ പിന്നെ മഴയും അന്ന് എനിക്കധികം പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്തായാലും വേറൊരു ദിവസം അവിടെ പോയി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ചെറുക്കുട്ടൻ്റെ അപ്പയുടെ കാറിൽ കയറുമ്പോൾ ചെറുക്കുട്ടന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പയുടെ കൂടെ കയറി ഇരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓഹോ, നിന്റെ അച്ഛനെ നിന്റെ അച്ഛൻ അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ടൈമായിട്ടുണ്ട്. ചേച്ചി ഉണ്ടാക്കി തന്ന നാരങ്ങ ചോറ് നമ്മൾ വീട്ടിൽ വന്നിട്ടാണ് കഴിച്ചേട്ടാ. ഇത് നമുക്ക് സിദ്ധുമോനെ അറിയാമെന്നുള്ളൊരു ഹോട്ടലായിരുന്നേ. നാഗർകോവിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആ നാഗർകോവിൽ പ്രഭു ഹോട്ടലായിരുന്നു. സിദ്ധുമോൻ മുന്നേ കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് പോയതായിരുന്നു. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. തമിഴ്നാട്ടിലെ ഫുഡാണെന്നൊന്നും പറയത്തില്ല. ഇവിടുത്തെ നമ്മളെ നാട്ടിലെ ഫുഡിനെക്കാട്ടി അടിപൊളിയായിരുന്നു. മോളും മോനും മട്ടൻ ബിരിയാണിയായിരുന്നു കേട്ടോ മേടിച്ചത്. പിന്നെ ഞാനും സിദ്ധുമോനും ഊണാണ് മേടിച്ചത്. 2-3 കറി ഉണ്ടായിരുന്നുള്ളൂ.
കറി കഴിച്ചപ്പോൾ തന്നെ മനസ്സിലായി, നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ ഫിഷ് മീൽസ് മേടിച്ചു. സിദ്ധുമോനാണെങ്കിൽ നാട്ടുകോഴി, അങ്ങനെ അത് വെച്ചിട്ടുള്ള മീൽസാണ് കേട്ടോ. നാട്ടുകോഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ കണ്ടില്ലേ, ഇത് വലിയ പീസായിട്ടാണ് അവർ, നാടൻ കോഴിയാണ് നാട്ടുകോഴി എന്ന് പറയുന്നത്. അപ്പോൾ ആ പീസുള്ള കറിയായിരുന്നു. ഞാൻ ഫ്രൈ ആണ് മേടിച്ചത്. നല്ല ഫുഡെന്ന് വെച്ചാൽ അടിപൊളി ഫുഡായിരുന്നു. അത് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് കുറച്ച് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. മട്ടൻ ചുക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഇതുണ്ടായിരുന്നു ബോട്ടി, അത് മേടിച്ചു. അതെല്ലാം ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും മഴയൊക്കെയാണ്, അങ്ങനെ വീണ്ടും നമ്മൾ കാറിൽ കയറി. ഒരു ലോങ് വീഡിയോ ആണ്, എല്ലാവരും പറ്റിയാൽ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചായയുടെ ടൈമായിട്ടുണ്ട്. സിദ്ധുമോന് ടയേർഡായി, അങ്ങനെ ചായ കുടിക്കാനായിട്ട് ഞാൻ ഇറങ്ങിയില്ല, മോളും ഇറങ്ങിയിട്ടില്ല. സിദ്ധുമോനും മോനും മാത്രം ഇറങ്ങി. ചായയൊക്കെ മേടിച്ച് നമുക്ക് ചായ വണ്ടിയിൽ കൊണ്ട് തന്നു. അങ്ങനെ നമ്മൾ വണ്ടിയിൽ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും ട്രാവൽ ചെയ്യുവാണ് ഗെയ്സ്. അങ്ങനെ നമ്മുടെ ചെറുക്കുട്ടൻ അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞു. ഇവിടെ നാട്ടിലെത്താൻ നേരം ഇവിടെയും നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ പഴംപൊരിയും ചായയാണ് കേട്ടോ മേടിച്ച. പഴംപൊരിയും ബജിയൊക്കെ മേടിച്ചു, അതൊക്കെ കഴിച്ചു. നമ്മൾ തിരിച്ച് വീട്ടിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. അപ്പം ഇനിയും നാളെ നമ്മുടെ നാട്ടിലെ വീഡിയോസുമായിട്ട് വരുന്നതാണ്. ടാറ്റ ബൈ ബൈ, സീ യു.